ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് രാവിലെ തന്നെ അരി ഉഴുന്നും അരയ്ക്കാൻ വേണ്ടിയിട്ടേ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇതങ്ങ് അരച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു ടെൻഷനും ഇല്ല. എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. അരി ഉഴുന്നുരിക്കുകയാണല്ലോ, അതിനങ്ങ് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴെല്ലാം ടെൻഷനാണ്, അയ്യോ ഇനി രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത്. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലിയും അങ്ങ് ആവും. ചപ്പാത്തിയൊക്കെ ആണെങ്കിലേ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് കുഴച്ചൊഴിച്ചൊക്കെ നിൽക്കണ്ടേ. അതുകൊണ്ട് ഞാൻ മിക്കവാറും തീരുമ്പം ആപ്പത്തിനും അരി ഉഴുന്നും ഞാനങ്ങ് അരച്ച് വയ്ക്കും കേട്ടോ. കുറേ ദിവസത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. പിന്നെ എനിക്ക് ഈ കവർ മാവ് വാങ്ങിച്ചിട്ട് എനിക്കതങ്ങോട്ട് ശരിയാവണില്ല. എന്തോ മനസ്സിനൊരു അത് പറ്റണില്ല കേട്ടോ. വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, അത്യാവശ്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും പറ്റുമ്പോഴെല്ലാം ഞാൻ അരച്ച് തന്നെ ഉപയോഗിക്കാറ്. ഇതിനിടയ്ക്ക് എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അതാണ് ഞാൻ 2-3 ഡ്രസ്സിലൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത് കേട്ടോ. ഇന്ന് പിള്ളേരെ വിളിക്കാൻ ഞാനാണ് പോയത്. പിന്നെ ഇതേപോലെ ഞാൻ അരച്ച ഉടനെ തന്നെ അങ്ങ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും കേട്ടോ. നാളത്തേക്ക് ഇന്ന് അരയ്ക്കുവാണെങ്കിൽ നാളത്തേക്കുള്ള മാവിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഉടനെ തന്നെ അങ്ങ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. അപ്പോൾ കുളിച്ചൊന്നും പോയില്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മുന്നേ എടുത്തിട്ട് മാവ് പുറത്തെടുത്തിട്ടേ, നമുക്ക് ആവശ്യമുള്ള മാവ് പുറത്തെടുത്തിട്ട് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് താഴ്ത്തി വെച്ചിരുന്നാൽ കുറച്ചൊന്ന് പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ഓവനിലാണെങ്കിൽ, ഓവനിലെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, വയ്ക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഡിഗ്രിയിലൊക്കെ വയ്ക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണ്, ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.